ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അങ്ങനെ അതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ ബസ്മതി റൈസ് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം മാത്രം, നന്നായി വേവിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടുകൂടി നമുക്കിതിലേക്ക് ഈ തക്കാളി മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കുഴഞ്ഞു പോവും. അങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ തണുത്ത് ആറിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബസ്മതി അരി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന റൈസ് കൊണ്ട് ചോറ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ബസ്മതി അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ച് ആറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോകും. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നന്നായിട്ട് കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനാണ് തണുപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടൊമാറ്റോ പുലാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സ് ഇത് അവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും അതേപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാനും അതേപോലെ കോളേജിലേക്കായാലും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാനും പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്, ടൊമാറ്റോ പുലാവ്. അതേപോലെ നമ്മളെവിടെയെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് ആണ് കേട്ടോ ഇത്, ഈ ടൊമാറ്റോ പുലാവ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ടൊമാറ്റോ പുലാവ്. ഇതിൻ്റെ കൂടെ സാലഡോ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും നമുക്കിതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ടൊമാറ്റോ പുലാവ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വരാം കേട്ടോ. അടച്ചു വെച്ചിട്ട് അതിനുശേഷം തുറന്നു നോക്കിയാൽ നല്ലൊരു മണം കിട്ടും നമുക്കിതിന്. ഇനി ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നല്ല മണമുണ്ടോ നമ്മുടെ ഈ ടൊമാറ്റോ പുലാവ്. തുറക്കുമ്പോൾ തൊട്ട് നമുക്ക് അതിൻ്റെ മണം അറിയാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പുലാവ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ടൊമാറ്റോ പുലാവ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സൈഡ് ഡിഷ് ഇല്ലെങ്കിലും നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്കൂളിലേക്കായാലും കോളേജിലേക്കായാലും ഓഫീസിലേക്കായാലും അതേപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ ടൂർ പോകുമ്പോഴേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ട് നല്ലൊരു റൈസാണ് കേട്ടോ ഇത്, ടൊമാറ്റോ പുലാവ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് ഈ ടൊമാറ്റോ പുലാവും ഓണിയൻ കേർഡ് റൈസും പപ്പടവുമാണ് കേട്ടോ സ്കൂളിലേക്ക് ലഞ്ചായിട്ട്. ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് വിടുന്നത് ഈ ടൊമാറ്റോ പുലാവും ഓണിയൻ കേർഡ് സാലഡും പപ്പടവുമാണ് കേട്ടോ ഞാനിന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.